വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ട്രാവലിംഗ് വ്ളോഗാണ്. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പിന് ഇറങ്ങിയേക്കാണ്. 1 ഡേ ട്രിപ്പ്, പ്രത്യേകിച്ച് വലിയ ട്രിപ്പൊന്നുമല്ല. നമുക്കങ്ങനെ 1 ഡേ 2 ഡേ ട്രിപ്സ് ഒക്കെ ഉള്ളല്ലോ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പ്ലാനിങ് ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പോണേന്ന് വഴിയെ കാണാം, എവിടെയാണ് എന്നുള്ളതൊക്കെ വഴിയെ കാണാം. അപ്പം ഇന്ന് നമ്മള് കുറച്ചു കാലമായിട്ട് പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണ്. ആണ് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പോകണം എന്ന് ആ ഏരിയയിൽ വേറൊരു സ്ഥലം കൂടെ നമുക്ക് പോകാനാണ്. ഒരു ഗസ് ചെയ്യല്ലേ, അല്ല ഇപ്പം ഗസ് ചെയ്യല്ല, നമ്മളെ സ്ഥലം കാണിക്കുമല്ലോ. ഒരു പാലം, അതെ ഒരു പാലം, വലിയൊരു പാലം. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. എവിടെയാണ് എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. നമ്മൾ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ടെൻഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് മഴയുടെ കാരണം. പിന്നെ നമ്മുടെ PM വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൊണ്ടിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ലോക്കാണ്, കേരളത്തിന് പുറത്തോട്ട് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നേരെ പോന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീച്ചിലൊന്നും പോകാൻ പറ്റില്ല, അതാണ് വിഷമം. അതാണ് കാണുന്നത്, പക്ഷേ അത് അവിടെ മാത്രം പോകാൻ പറ്റില്ല. എന്തൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വഴിക്കേ കാണാം. പിന്നെ എനിക്ക് ഗോപു തന്ന ഗിഫ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മറന്നുപോയി. ഈ വീഡിയോയിൽ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. നമ്മളിപ്പം എടുത്ത കാറിലല്ല കേട്ടോ പോകണത്. അതിൽ കുറച്ച് പണിയുണ്ട്. പണി മീൻസ് നമുക്ക് നമ്മുടെ കളർ ചേഞ്ച് ചെയ്യണം. ഞങ്ങളുടെ കളർ എന്ന് പറഞ്ഞാൽ പർപ്പിളാണ്. സോ ആ കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെ അല്ലാതെ നമ്മുടെ വണ്ടികളെല്ലാം പർപ്പിളാക്കാൻ ഇരിക്കുകയാണ്. സോ അതേ പൊക്കോണ്ടിരിക്കുകയാണ്. വണ്ടി പണിക്ക് കയറ്റാൻ പോവുകയാണ്. ഇന്ന് അവർ വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മൾ സ്ഥിരം പണിയുടെ ഷോപ്പുണ്ട്. വണ്ടിക്ക് പണിയൊന്നുമില്ല കേട്ടോ, നല്ല വണ്ടിയാണ്. പക്ഷേ ഞങ്ങളുടെ ഇഷ്ടത്തിന് അതൊന്ന് ഇൻറ്റീരിയർ എല്ലാം കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയാണ്. കാശിബേബി കുടിച്ചു. ഇന്ന് സാധാരണ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നതാണ് ബേബിക്ക് വേണ്ടി. പ്രത്യേകിച്ച് ഒന്നും എടുത്തിട്ടില്ല. ഷോപ്പിൽ കയറിയിട്ട് വേണം ബേബിക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാം. ഞങ്ങളിത് ഇവിടെ നേരെ പോയിട്ട് ട്രിവാൻഡ്രത്ത് തലപ്പാക്കട്ടി ബിരിയാണി, വൺ ഓഫ് മൈ ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ്, എനിക്ക് ബിരിയാണി എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കൂടി തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിരിയാണി കഴിക്കാൻ കയറിയാണ് ഞങ്ങൾ. എനിക്കും ഗോകുലിനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാര്യം നമുക്കൊന്ന് മതി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തലപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാവും. സോ നമുക്ക് രണ്ടുപേർ കൂടെ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം മതി. ഞങ്ങൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും വാങ്ങി കഴിഞ്ഞാൽ ഒരെണ്ണേ മേടിക്കുള്ളൂ, ഷെയർ ചെയ്തെടുക്കും. ഞാൻ അധികം കഴിക്കില്ല, ഗോകു അധികം കഴിക്കില്ല. പുറത്ത് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഗോകു തീരെ കഴിക്കില്ല. സോ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണേ പറയാറുള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് കാശിക്കുട്ടനാണെങ്കിൽ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട നല്ല രസമുണ്ട് കേട്ടോ ആ ഒരു തലപ്പാക്കട്ടി ബിരിയാണിയുടെ ആ ഒരു ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കന്യാകുമാരിയിലേക്കാണ് പോകുന്ന വഴിയാണ് കേട്ടോ. ഫുള്ളൊന്നും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാര്യം നല്ല ടയേർഡായിരുന്നു. വീഡിയോ എടുക്കാൻ എനിക്കൊരു മൂഡില്ലായിരുന്നു, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ട്രിവാൻഡ്രം കഴിഞ്ഞ ഭാഗമാണ് ഈ കാണുന്നത്. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പുറത്തൊക്കെ കാണാൻ ഈ ലൈറ്റ്സും മരങ്ങളും ഒക്കെ കാണാൻ നല്ല രസമാണ്. പകൽ പിന്നെ വേറൊരു ഭംഗി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ നിർത്തിയാണ് കേട്ടോ. അപ്പോഴത്തേനും അവിടെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയതിന് ശേഷമാണ് ഫുഡ് മേടിച്ചത്. അയ്യോ, അങ്ങനെ ഞങ്ങൾ കുഴഞ്ഞ് വേണ്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്കൊന്ന് ഫ്രഷ് ആയാൽ മതി. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു. ഇത് കോറൽ എന്ന് പറയുന്ന ഹോട്ടലാണ് കേട്ടോ റൂം എടുത്തിട്ടുള്ളത്. കന്യാകുമാരി ബീച്ചിനടുത്ത് തന്നെ. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് എടുത്ത റൂമാണ്. നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതേണ്ടത് ഈ ഒരു മിറർ, എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമായത്. സംഭവം കൊള്ളാം. കാശി ബേബി അപ്പുറത്ത് ചേച്ചിയുടെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബേബീനെ ഞാൻ അവിടെ കിടത്തിയിട്ട് വന്നു, കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ TV, ഇത് ബെഡ്. ഞാനിതിപ്പോൾ എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേന് എന്തായാലും ഞങ്ങൾ അലങ്കോലമാക്കും. സോ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചത്. വാഷ്റൂം ഞാൻ കണ്ടില്ല. ഓക്കെ വാഷ്റൂമാണ് കേട്ടോ, കുഴപ്പമില്ല. വലിയ നീറ്റൊന്നുമില്ല, എന്നാലും ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ആകെ ടയേർഡാണ്. സോ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ ഇന്ന് വീഡിയോ അധികം എടുത്തില്ല. കാര്യം നല്ല ടയേർഡാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഒന്ന് നല്ലതായിട്ട് ഫ്രഷ് ആയതിനു ശേഷം
ഒന്ന് ഉറങ്ങിയാലേ സെറ്റാവുള്ളൂ. ഇതെനിക്ക് ദേവി എടുത്തു തന്ന ടോപ്പാണ് കേട്ടോ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. അപ്പോൾ ഗുഡ് മോർണിംഗ് കന്യാകുമാരി. രാവിലെ ഉറക്കം കഴിച്ചു. 9 മണി കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, കഴിക്കാൻ പോവുകയാണ്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ഞാൻ മിക്കവാറും കുത്തിയിട്ടിട്ട് പോവും. പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെന്താ, ഞാൻ ഗോകുവിൻ്റെ ഫോണിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. അതാ. അപ്പം നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ഹലോ, ഉറക്കം കഴിച്ചോളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ എന്താണ് എന്തോ മണി 10 ആവാറായി. 10 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് എടുക്കാൻ തന്നപ്പോൾ തന്നെ ബുഫേ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലിയും പിന്നെ നമ്മുടെ സേമിയേൻ്റെ ഉപ്മാവുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ബിരിയാണി അല്ല ഫ്രൈഡ് റൈസൊക്കെ നൂഡിൽസൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ടിട്ട് 2 ഇഡ്ഡലിയും എനിക്ക് വേണ്ടിയിട്ടാണ് കോക്ക് കൊടുക്കുന്നത്. കാര്യം ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു, ഒരു കയ്യിൽ ബേബി ഉണ്ടായിരുന്നു. സോ അതാണ് കേട്ടോ. ബേബിക്കും എനിക്കും കൂടി ഇട്ട് ഒരു പ്ലേറ്റിലെടുത്ത്. അവനൊരു ഇഡ്ഡലിയും എനിക്ക് ഒരു ഇഡ്ഡലിയും പിന്നെ കുറച്ച് ഉപ്മാവും എടുത്തിട്ടുണ്ടായിരുന്നു. ചട്നിയും സാമ്പാറും ഒക്കെ എടുത്തു. പിന്നെ ഞാനൊരു വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞങ്ങൾ ചെന്ന പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആൻറ്റി കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് അത് ഫുള്ള് കാലിയാക്കി. അപ്പം ഞാൻ കുറച്ച് വാട്ടർമെലൺ എടുത്തു. ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൺ. പിന്നെ ഒരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫിക്ക് അത് കുറേ ടൈം ആയതുകൊണ്ടായിരിക്കും പാട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ 2-3 പീസ് കഴിച്ചു. പിന്നെ ബേബിക്ക് കൊടുത്താണ്. ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ വായിൽ നിർത്തിയിട്ട് അവൻ സ്വന്തമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളങ്ങനെയാണ്, എന്ത് വായിൽ വെച്ച് കൊടുത്താലും അത് കൈകൊണ്ട് പുറത്തെടുത്തിട്ട് പിന്നെ അവൻ സ്വന്തമായിട്ട് കഴിക്കും. കാണാൻ നമുക്കൊരു ഇഷ്ടം, അത്രയേ ഉള്ളൂ. കൈയൊക്കെ എപ്പോഴും നീറ്റാക്കി വെക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. വാട്ടർമെലൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കൊടുത്താലും കഴിച്ചുകൊള്ളൂ. അങ്ങനെ നമ്മൾ റൂം എത്തിക്കുകയാണ്. നമ്മളിപ്പോൾ സൈറ്റിങ് നടക്കുന്നുണ്ടോ. നമ്മൾ വെച്ചിട്ടാണ് എന്താണെന്ന് കാണാൻ പറ്റില്ല. ബിക്കോസ് ഇന്ന് നമ്മുടെ ടീം വന്നിട്ടുണ്ട്, ജനറേറ്റ് വന്നിട്ടുണ്ട്. സോ എല്ലാം മിക്കവാറും ലോക്കാണ്. 1 മണിക്ക് പോകുന്ന പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റുന്ന കവറയാണ്. പിന്നെ നല്ല ഫിഷ് കിട്ടും. സോ എല്ലാം നമ്മുടെ ഹോട്ടലിൻ്റെ വിശേഷങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോഴാണ് ഞാൻ എടുത്തത്. ദ കോറൽ കന്യാകുമാരി എന്ന് പറയുന്ന റിസോർട്ടിലായിരുന്നു, ഹോട്ടലായിരുന്നു കേട്ടോ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സർവീസും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, നല്ലതായിരുന്നു. എനിക്കിഷ്ടമായി അവിടുത്തെ സ്റ്റേ. പിന്നെ നമ്മൾ നേരെ കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുമ്പം ഒരുവിധം എല്ലാം ബ്ലോക്കാക്കി ഇട്ടേക്കാണ് കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ PM വന്നിട്ടുള്ളതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് സെക്യൂരിറ്റി അലേർട്ട്സ് ഉണ്ടായിരുന്നു. സോ ഇഷ്ടംപോലെ പോലീസും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് ദൂരെ നിന്ന് തന്നെ ഈ വിവേകാനന്ദ പാറ കാണാൻ പറ്റും കേട്ടോ. ദൂരെ നിന്ന് കാണാമെങ്കിലും ഒരുപാട് കുറച്ചുകൂടെ അകത്തേക്ക് പോയാലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഷോപ്പെല്ലാം അവധിയായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം PM വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന ഉച്ച സമയത്താണ്. ആ ഒരു ടൈമിലൊന്നും അധികം ആളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടുതലും കന്യാകുമാരിയിൽ നമ്മുടെ മോർണിംഗ് സൂര്യോദയം കാണാനും ഈവനിങ് സൂര്യാസ്തമയം കാണാനുമാണ് ആളുള്ളത്. പിന്നെ ഇഷ്ടംപോലെ ശംഖുകളുണ്ടായിരുന്നു. അതിനകത്തൊക്കെ പേരെഴുതിയിട്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊന്നും മേടിച്ചില്ല. ഞാൻ കണ്ടപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരുന്നു, ഒരുവിധമൊക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. ഈ ടീഷർട്ട് കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റുന്ന ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് നല്ല ഓഫറിലല്ല അത്യാവശ്യം റേറ്റ് കുറച്ചൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ബഹളം കേൾക്കുന്നത് ഗോകുവും കാശിയും കൂടെ സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയാണ്. ഞാൻ പിന്നെ ഷോപ്പിൽ കയറിയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ നോക്കുമായിരുന്നു. ഇതും അത്യാവശ്യം നല്ല ഓഫറിൽ, നല്ല ഒരുപാട് അത്ര ക്വാളിറ്റി ഒന്നും ഞാൻ പറയില്ല, വീട്ടിലിടാൻ പറ്റുന്ന ടൈപ്പിൽ കുറേ ഉടുപ്പുകൾ പിള്ളേർക്ക്. എനിക്കെന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് ഒരു ചെറിയ ഫുഡ് കഴിക്കുന്നതിൻ്റെ എന്തെങ്കിലും ആയാൽ തന്നെ ഞാൻ അത് മാറ്റി കൊടുക്കാറുണ്ട്. സോ ഇച്ചിരി അധികം വാങ്ങി വെക്കുന്നത് എനിക്കിത്തിരി കംഫർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വേറെ ഷോപ്പിലൊക്കെ പോയി ചുമ്മാ ഇങ്ങനെ നോക്കി നടന്നുള്ളൂ. അധികം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഏതെടുത്താലും 10 രൂപ 5 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കടകളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേന് 5 രൂപയുടെയും 10 രൂപയുടെ സാധനങ്ങളൊന്നും കാണത്തില്ലെന്നേ ഉള്ളൂ. എല്ലാം അത്യാവശ്യം നല്ല റേറ്റിനുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ നമുക്കൊന്നും അധികം വാങ്ങാനില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് അധികം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ബേബി നമുക്ക് വീട്ടിൽ 3 കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. പിന്നെ ക്വാളിറ്റി ഉള്ളതൊന്നും അത്ര ക്വാളിറ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു ജീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും അധികം അങ്ങനെയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ സ്പെക്സ് കൊള്ളാമോ?
ചേരുന്നുണ്ടോ എനിക്ക്? ഞാൻ ഇന്നാളത്തെ വീഡിയോയിലും ചോദിച്ചു അല്ലേ സ്പെക്സ് കൊള്ളാമോ എന്ന്. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ, മുന്നത്തേനേക്കാളും കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ ഞങ്ങളെടുത്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ മേടിച്ചില്ല. എടുത്തിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി അതിൻ്റെ റേറ്റൊക്കെ തിരക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഏതെടുത്താലും 5 രൂപ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഏതെടുത്താലും 100 രൂപ 300 രൂപ 500 രൂപ 1000 രൂപ ആ ഒരു റേറ്റൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും മേടിച്ചില്ല, ഇങ്ങനെ നോക്കി വെച്ചു, അത്രേ ഉള്ളൂ. റേറ്റൊക്കെ തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ ചെറിയ ഭയങ്കര ലോക്കലായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര റേറ്റ് അവർ പറയുന്നുണ്ടായിരുന്നു. നമ്മളതൊന്നും നോക്കിയിട്ട് മേടിക്കാൻ നിൽക്കരുത്. മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ 2 തുണ്ടാക്കി കളയും. സോ അങ്ങനെയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ഐറ്റം മാത്രം മേടിച്ചു. പിന്നെ ദേ ഈ ഒരു മങ്കീൻ്റെ ടോയ് മേടിച്ചു കേട്ടോ. കാര്യം അവന് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് വിശപ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറുമ്പും വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടോ, അതിന് കഴുത്തിൽ ഇട്ടതും അവന് ഇഷ്ടപ്പെട്ടില്ല. ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു, പിന്നെ ആയപ്പോഴത്തേന് വലിച്ചു പറിച്ച് കളഞ്ഞു. പിന്നെ ഇത് ഈ ഡംഗ്രി മോഡലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഓരോന്നിൻ്റെ റേറ്റൊക്കെ തിരക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാം ഒരുപാട് ഐറ്റംസൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇവർ ഹോൾസെയിലായിട്ട് എടുത്തിടുന്നതാണെന്ന് തോന്നുന്നു. എല്ലാം ഒന്നും വലിയ ക്വാളിറ്റി, എല്ലാം അല്ല, വലിയ ക്വാളിറ്റി ഉള്ളതൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഓക്കെ അത്രേ ഉള്ളൂ. ഭയങ്കര ക്വാളിറ്റി പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഒരുപാട് ചീപ്പ് റേറ്റിന് നമുക്ക് സാധനമൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ല ചീപ്പ് റേറ്റിന് മേടിക്കാൻ കിട്ടും. പിന്നെ ഇഷ്ടംപോലെ പോലീസുകാരെ കാണാമായിരുന്നു. ഇത് നമ്മുടെ ഈ പാസഞ്ചേഴ്സ് മീൻസ് വിസിറ്റേഴ്സ് ഉണ്ടല്ലോ, അവരെക്കായി കൂടുതൽ പോലീസായിരുന്നു. കാര്യം PM വന്നിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്, അത് ഇഷ്ടംപോലെ ബാഗുകളുടേതും. നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് എല്ലാം കാണാൻ പറ്റുന്നത്. എനിക്കിത് സത്യം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ പള്ളിയിലെ പെരുന്നാളിന് പോയാണ് ഓർമ്മ വരുന്നത്. പള്ളിയിലെ പെരുന്നാളിന് പോകുമ്പോൾ ഇതുപോലെയാണ് സെക്ഷൻ വൈസ് ആയിട്ട് ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്. ഇതൊന്നും മേടിച്ചില്ല, എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ തിരക്കി ഇങ്ങനെ വെറുതെ നടന്നു എന്നേ ഉള്ളൂ. എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് റേറ്റൊക്കെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ കാണാൻ കൊള്ളാട്ടോ, അത്യാവശ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, വലിയ ക്വാളിറ്റിയൊന്നും പ്രതീക്ഷിച്ചൊന്നും മേടിക്കാൻ നിൽക്കരുത്. കുഴപ്പമില്ല, ഓക്കെ ആ ഒരു റേറ്റിന് മാത്രമേ, ആ ഒരു ഇതിൽ മാത്രമേ മേടിക്കാനുള്ള ഐറ്റംസ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ നേരെ പോയത് ത്രിവേണി സംഗമം കാണാൻ വേണ്ടിയാണ്. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കടലുകൾ ഒന്നിക്കുന്ന സ്ഥാനമാണ് ആ കൊടി നാട്ടിയേക്കുന്ന ഭാഗം. അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടലാണെന്ന് തോന്നി. ഏതോ 3 അത് ഏതാണെന്ന് എനിക്ക് കൺഫേം അറിയില്ല, മറന്നുപോയാണ് കേട്ടോ. ആരോ ഇന്നലെ എന്നോട് പറയുകയും ചെയ്തായിരുന്നു ഇന്നൊക്കെയാണെന്ന്, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യും. എൻ്റെ അറിവിൽ അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ഈ 3 ആണെന്ന് തോന്നുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കൊടി നാട്ടിയേക്കുന്ന ഈ ഭാഗത്താണ് ഈ 3 കടലും സംഗമിക്കുന്ന സ്ഥലം, അതായത് ഒരുമിക്കുന്ന സ്ഥലം. അതാണ് ത്രിവേണി സംഗമം എന്നാണ് ഈ ഒരു പോർഷൻ അറിയപ്പെടുന്നത്. ഞങ്ങളവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. അവരാരണ്ടാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് എല്ലാവരും ത്രിവേണി സംഗമം ആ ഭാഗത്ത് നിന്ന് എല്ലാവരും അപ്പുറത്തേക്ക് വിവേകാനന്ദ പാറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. കാര്യം എല്ലാ പ്രാവശ്യം ബോട്ടിംഗ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PM വന്നിട്ടുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ ധ്യാനത്തിനോ എന്തോ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ട് അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ലായിരുന്നു. കുറേ പത്രക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരാളെ കണക്കുണ്ടോ, ഒരു ബേബി നിന്ന് കളിക്കുന്നുണ്ടോ? അത് നമ്മുടെ ബേബിയാണ്, കാശിയാണ് കേട്ടോ. ഞാൻ അവരോട് എപ്പോഴാണ് PM ഇറങ്ങുന്നത് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ പോയത്. അന്നേരം കാശിനെ ഒരു കൈ കാണിച്ചപ്പോഴത്തേന് ഇവനെ ഇറങ്ങി ഒറ്റൊരോട്ടം അവരുടെ ഇടയ്ക്ക് പോയിരുന്ന് കളിക്കുകയാണ്. അവരോട് ഭയങ്കര കാര്യമായിട്ട് പിള്ള ആ ചേട്ടന്മാരുടെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ ഈ അച്ചച്ചൻ്റെ കയ്യിൽ നിന്ന് അവനൊരു കണ്ണാടി വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിരിച്ചിറങ്ങാൻ നേരം അത് കാശിനെ എടുക്കുമ്പോൾ ഞാനത് തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു വേണ്ട, ഇത് എൻ്റെ ഫോണിലെടുത്ത വീഡിയോ കേട്ടോ, ചേച്ചിയുടെ ഫോണിലെടുത്തേ. അപ്പോൾ കാര്യം എൻ്റെ ഫോൺ ഓഫായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു കാശിന്. കാര്യം കുട്ടിയല്ലേ, കുട്ടികളോട് കാണുമ്പോൾ ആർക്കായാലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ അവനെ വെച്ച് എല്ലാവരോടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചിറങ്ങാൻ നേരം ആ സ്പെക്സ് ഞാൻ തിരിച്ചു കൊടുത്തപ്പോൾ അവർ വേണ്ട, അത് ബേബിക്കുള്ള ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ട് തിരികെ തന്നു. പിന്നെ ഞങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് കുറേ നേരം നിന്നിട്ടാണ് കേട്ടോ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്തധികം തിരക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആളുണ്ടാവില്ല എന്ന്. പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. PM വന്നു എങ്കിൽ കൂടിയിട്ടും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാര്യം ആ പാറയിലാണ് ഈ വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു പ്രതിമയുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ധ്യാനത്തിലിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മൾ ചെന്ന ദിവസം നല്ല ദിവസമായിപ്പോയി, ഒന്നും പറയണ്ട. എന്തായാലും ഈ കടലിൻ്റെ പോർഷൻ കണ്ടോ, കടൽ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ. കടൽ രണ്ട് കളറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നമുക്കറിയാൻ പറ്റും അത് രണ്ട് കടലാണ് എന്ന് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഈ കിടക്കുന്നത്. കാണാൻ നല്ല രസമായിരുന്നു, എനിക്കൊരുപാട് ഇഷ്ടമായി. ഇനി ഒരിക്കൽ പോകുമ്പോൾ എനിക്ക് സൂര്യോദയം കാണാനും സൂര്യാസ്തമയം കാണാനും പോകണമെന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ
ബിരിയാണി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ ഒരു ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ സെറ്റാക്കി ഇരുന്നത് കാശിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൾ നല്ല കാര്യമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാം. ഫുള്ള് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുന്നവരെയും അതിന് തന്നെ അത് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. കാശിക്ക് ഞാൻ പ്ലെയിൻ റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ബിരിയാണിയാണ്. ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ എന്ത് പറയുന്നു അതാണ് ഗൂഗിൾ കഴിക്കാറുള്ളത്. സോ ഞങ്ങൾ ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മുഗൾ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ഞാൻ പിന്നെ ആദ്യമേ ഒരു സൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്കൊന്നും യൂസ്ഫുൾ ആവുന്ന വലിയ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാൽ തന്നെ നമുക്ക് ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ പറ്റി. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.